ഹായ്, സൈലം ലേണിങ്ങിൻ്റെ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലിരുന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഒപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ഷുക്കൂറുണ്ട്. എൻട്രൻസ് എക്സാമിന് ഒരാഴ്ചക്കാലം മാത്രമേ ഇനിയുള്ളൂ. 17-ാം തീയതി നീറ്റ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. 2021 നീറ്റ് എക്സാമിനേഷൻ ഒരാഴ്ചക്കാലത്തെ വിടവിൽ നിങ്ങളുടെ അതേ മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി അതിഗംഭീരമായി എഴുതി 700+ മാർക്കൊക്കെ വാങ്ങി 8ാം റാങ്ക് വാങ്ങി എയിംസ് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുക്കൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് കോഴിക്കോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ഗ്യാപ്പിലല്ലേ, ഒരാഴ്ചയല്ലേ ഷുക്കൂറെ, ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ വന്നിരിക്കുകയാണ്. അവസാന സമയം ഷുക്കൂർ എങ്ങനെയായിരുന്നു എന്നും എയിംസ് എങ്ങനെയെന്നൊക്കെയുള്ള വിശേഷം ഷുക്കൂറിന് നിങ്ങളോട് പറയാനുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോവാൻ എന്നതുകൊണ്ടാണ് ഷുക്കൂറിനെ ഈ സമയം നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കൊണ്ടുവരുന്നത്. എങ്ങനെയുണ്ട് ഷുക്കൂർ എയിംസ് ഒക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയുന്ന പോലെ എയിംസ് എന്ന് പറഞ്ഞാൽ, എയിംസ് ഡൽഹി എന്ന് പറഞ്ഞാൽ ഏതോ നീറ്റ് ആസ്പിറൻസിൽ ആദ്യത്തെ ചോയ്സാണ്. അതായത് ശരിക്കും നീറ്റ് ആസ്പിറൻസിൻ്റെ ഒരു ഹെവൻ എന്ന് വേണമെങ്കിൽ പറയാം എയിംസ് ഡൽഹി. അപ്പോൾ ഇപ്പോൾ എയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ പഠിത്ത അക്കാഡമിക്സ് ആയാലും നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ നമ്മളിപ്പോൾ നീറ്റിന് പഠിക്കണ പോലെയല്ല, വളരെ കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. അതായത് പഠിത്തമൊക്കെ അവിടെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ എത്രയോ കുറവാണ് പഠിത്തം. കൂടുതലും ഫ്രണ്ട്സ് സീനിയേഴ്സിൻ്റെ കൂടെ ഒക്കെ പോയി എൻജോയ് ചെയ്ത് അതൊക്കെയാണ്. പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് അവിടുത്തെ ഓരോ ഫെസിലിറ്റീസാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആദ്യം സ്പോർട്സ് ഫെസിലിറ്റീസ് അവിടെ എല്ലാ ഗെയിംസിനും ഉണ്ട്. അതായത് ഫുട്ബോളായാലും ബാസ്കറ്റ്ബോളായാലും PT ആയാലും ടെന്നീസ് ആയാലും ബാസ്കറ്റ്ബോൾ ആയാലും എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ നല്ല ഒരു അടിപൊളി ജിമ്മുണ്ട്, കാർഡിയോ സെക്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഫിറ്റ്നസ് എന്തോസിയാസിസ്റ്റ് ആണെങ്കിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അവിടെ. പിന്നെ പറയുകയാണെങ്കിൽ അവിടുത്തെ ആർട്സ് ഫെസിലിറ്റീസ്, ഇപ്പോൾ ഓരോന്നിനും ഓരോ ക്ലബ്ബുണ്ട്. സ്പോർട്സ് ആയാലും സ്പോർട്സ് ക്ലബ്ബുണ്ട്, ആർട്സിൻ്റെ ഓരോ ക്ലബ്ബുണ്ട്. പിന്നെ ബിസിനസ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു ക്ലബ്ബുണ്ട്. സീനിയേഴ്സ് നമ്മളെ ഡെവലപ്പ് ചെയ്യും, അങ്ങനെ ഒരു ക്ലബ്ബുണ്ട്. എല്ലാ ഫീൽഡിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നമ്മൾ നീറ്റിൽ നമ്മൾ വെറും NCERT പഠിച്ച് പോവുകയാണെങ്കിലും കോളേജിലെത്തിയിട്ട് നമുക്ക് എല്ലാതും എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം മാറ്റി വെക്കുന്ന എല്ലാം നമുക്ക് കുറച്ചുകൂടെ തിരിച്ചു പിടിക്കാനുള്ള സമയം എയിംസ് തരും എന്നാണ് ഷുക്കൂർ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലേ, നമ്മളുടെ എൻ്റെ ജിമ്മ് പോയല്ലോ, എൻ്റെ കളികൾ പോയല്ലോ, എൻ്റെ സന്തോഷങ്ങൾ പോയല്ലോ എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ഇതൊക്കെ തിരിച്ചു പിടിക്കാവുന്ന ഒരു വലിയ കാലമാണ് ഇനി അങ്ങോട്ടേക്ക് അല്ലേ. എങ്ങനെയുണ്ട് ഡൽഹി ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഡൽഹി അടിപൊളി. അതായത് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസസ് ഉള്ള സ്ഥലമാണ്. വീക്കെൻഡ്സിലൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഡൽഹി ഒക്കെ സീനിയേഴ്സ് കൂടെ നടന്ന് കാണിച്ചു വരുന്നുണ്ട്. സീനിയേഴ്സ് നല്ല സീനിയേഴ്സ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ മലയാളീസ് എന്ന് പറഞ്ഞാൽ തന്നെ മലയാളീസ് അവിടെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. മലയാളീസ് എല്ലാവരും എപ്പോഴും കൂടിയിട്ടും ഇപ്പോൾ ട്രീറ്റിന് പോകുമ്പോഴും അപ്പോൾ ഒരുമിച്ചാണ് പോവുകയാണെങ്കിൽ എല്ലാവരും കുറച്ച് ആൾക്കാർ കൂടിയിട്ടാണ് പോവുക. അല്ലാതെ വെറും ഒറ്റയ്ക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എല്ലാ സീനിയേഴ്സും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈ ട്രീറ്റ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഫെസ്റ്റിവലുകളൊക്കെ എന്താണ്? എങ്ങനെയുണ്ട് ക്യാമ്പസ് ഫെസ്റ്റിവൽ? ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു വന്നതാണ്. അപ്പോൾ ഇനി സെക്കൻഡ് സെമസ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു എയിംസിൽ ഇൻഫെസ്റ്റ് നോട്ട് ചെയ്യണമേ ഓരോ പോയിന്റും. നിങ്ങൾ നാളെ ആഘോഷിക്കേണ്ട ഫെസ്റ്റുകളെ കുറിച്ചാണ് ഷുക്കൂർ പറയുന്നത്. ഇൻട്രാ കോളേജ് ഫെസ്റ്റാണ്. അതായത് എല്ലാവിധ പരിപാടികളും സ്പോർട്സും ആർട്സും ഈ ഷോർട്ട് ഫിലിം അങ്ങനെ എല്ലാ പരിപാടിയുള്ള ഒരു ഫെസ്റ്റാണ്. അതൊരു 1 വീക്കിൻ്റെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ പൾസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതായത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഇന്റർ കോളേജ് ഫെസ്റ്റാണ്. എയിംസിലാണ് നടക്കുന്നത്. അത് എയിംസ് ഡൽഹിയിലാണ്. അതും വലിയ പരിപാടിയാണ്. അതും 1 വീക്ക് or 10 days വലിയൊരു പരിപാടിയാണ്. അങ്ങനെ ഉണ്ട് ഫസ്റ്റ് ആയിട്ട്. പിന്നെ അതൊക്കെയാണ് ഇതായിട്ട് പറയാനുള്ളത് പ്രോഗ്രാമായിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ ട്രീറ്റും കാര്യങ്ങളും സീനിയേഴ്സ് ഇങ്ങനെ ഇടയ്ക്ക് ജോളിയാണ്, ഫുൾ ജോളിയാണ് ഡൽഹി എന്നും ഫുൾ ജോളിയാണ് എയിംസ് എന്നുമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. ഈ നമ്മളുടെ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ കാലത്തൊക്കെ എയിംസ് ഡൽഹി ഒരു സ്വപ്നമായി ഷുക്കൂറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മളെപ്പോഴും ഡൗൺ ആവുകയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒന്ന് എയിം ചെയ്ത് വെക്കണം. ഇപ്പോൾ എയിംസ് ഏറ്റവും കൊമ്പത്ത് നമ്മൾ പറയില്ലേ, പ്രൊജക്റ്റിൽ കയറുകയാണെങ്കിൽ എപ്പോഴും ഒന്ന് കുറച്ച് താവും. അപ്പോൾ എപ്പോഴും എയിം ചെയ്യുമ്പോൾ 720 എയിം ചെയ്യുക. ഞാൻ 720 എയിം ചെയ്താൽ പഠിച്ചത്, അതുകൊണ്ട് 700 കുറച്ച് താവും.
അപ്പൊ അതേപോലെ ഇപ്പൊ കോളേജിൽ എയിം ചെയ്യുകയാണെങ്കിൽ എയിംസ് ഡൽഹി എയിം ചെയ്യാം. ഞാനും അത് നമ്മൾ താണില്ല, അവിടെ തന്നെ പോയി അവരുടെ എയിമിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ എടുത്ത് എയിംസ്, പിന്നെ യൂട്യൂബിലുണ്ടാവും എയിംസിന്റെ കുറെ ടൂർ, എയിംസ് ഡൽഹി ജിം ടൂർ, എയിംസ് ഡൽഹി സ്വിമ്മിംഗ് പൂൾ ടൂർ, ഹോസ്റ്റൽ ടൂർ, ജിംഖാന, അങ്ങനെ എല്ലാ ടൂറും ഉണ്ടാവും. എയിംസ് ഡൽഹി ക്യാമ്പസ് ടൂർ, അതൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ട അതിങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ നമ്മൾ ഡൗൺ ആകുമ്പോൾ അതൊന്നും എടുത്ത് കണ്ട. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട് എയിംസിൽ എത്തിയതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഷുക്കൂർ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ എത്തേണ്ടുന്ന, നിങ്ങൾ അങ്ങനെ ആഘോഷിക്കേണ്ടുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ചിന്ത കൂടിയാണ് ഈ ഒരു നിർണായക സമയത്ത് ഷുക്കൂർ നിങ്ങളുടെ മുമ്പിൽ, അല്ലേ? നമ്മളുടെ മനസ്സിലൊക്കെ നമ്മളുടെ കോമ്പറ്റീഷനൊക്കെ നമ്മൾ എന്നോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ആരായി തീരണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് എയിംസിന്റെ ലോകം, സുന്ദരമായ ലോകം നിങ്ങളുടെ മുമ്പിൽ ഷുക്കൂർ തുറന്നു വെക്കുന്നത്. അത് എയിംസിൽ എത്തിയതിന് ശേഷമുള്ള കഥയാണ്. എയിംസിൽ എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു കഥയുണ്ടാവും ഷുക്കൂറിന് പറയാൻ. ഇതേപോലെ ഒരു പരീക്ഷയുടെ ഒരാഴ്ചക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു 2021 നീറ്റിന്റെ തൊട്ടു മുമ്പേ ഉള്ള ഒരാഴ്ചക്കാലം ഷുക്കൂറിന്? ഒരാഴ്ച ഞാന് ടെൻഷൻ ഉണ്ടാവും. അതൊരു ഇത്ര വലിയൊരു എക്സാം അല്ലേ, അപ്പൊ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിന് എന്താ ചോദിക്കുക NCERT. അപ്പം ഞാൻ ലാസ്റ്റത്തെ ഒരു വീക്ക് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തതിന് നിർത്തിച്ചു. ലാസ്റ്റ് ഒരു വീക്ക് ഫുള്ള് ഞാൻ റിവിഷൻ കൊടുത്തു. അതായത് ലാസ്റ്റ് 7 days ഉണ്ടല്ലോ എക്സാമിൻ്റെ അന്ന് കൂട്ടിയെടുക്കാം. അപ്പോൾ ആ 6 days ഫസ്റ്റ് ഞാൻ ഫിസിക്സ് +1 ഫുള്ള് റിവൈസ് ചെയ്തു. സെക്കൻഡ് ഡേ ഫിസിക്സ് +2, തേർഡ് ഡേ കെമിസ്ട്രി +1, ഫോർത്ത് കെമിസ്ട്രി +2, പിന്നെ ബയോളജി +1 ബയോളജി, അങ്ങനെ 6 days 6 സബ്ജക്റ്റിനും മീൻസ് 3 സബ്ജക്റ്റുകൾക്ക് വായിച്ചു. അത് ഫിസിക്സ് NCERT വായിക്കില്ല, ഫിസിക്സിനും ഫിസിക്കൽ കെമിസ്ട്രിക്കും ഞാൻ ഓൾറെഡി നോട്ട് ഉണ്ടാക്കി വെച്ചു. NCERT 2 വട്ടമൊക്കെ വായിച്ചിട്ടുണ്ടാവും ഫിസിക്സിനും ഫിസിക്കൽ. എന്നിട്ട് ഞാൻ നോട്ട് ഞാൻ റിവൈസ് ചെയ്തു. ഇക്വേഷൻസ് പിന്നെ NCERT ഇമ്പോർട്ടൻറ്റ് ആയി തോന്നുന്ന സെന്റൻസ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് റിവൈസ് ചെയ്യും. പിന്നെ എക്സാമിൻ്റെ അന്ന് പഠിക്കരുത്. എക്സാമിൻ്റെ അന്ന് ഫുള്ള് ചില്ലായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഞാനിപ്പോൾ കൂളാവാൻ ചെയ്തതെന്ന് വെച്ചാൽ എക്സസൈസ്, കാർഡിയോ ചെയ്തിരുന്നു, അതായത് ഓടിയിരുന്നു, അത് ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ അന്ന് പുഷപ്പ് ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് ഒന്ന് വാമായിട്ട് പോകുന്നത് നല്ലത്. നല്ലോണം എക്സസൈസ് ചെയ്യാൻ ഷുക്കൂർ നന്നായി അല്ലേ? പരീക്ഷയുടെ കാലത്ത് ഷുക്കൂറിനെ എനിക്ക് ഓർമ്മയുണ്ട്, തടിച്ചു അല്ലേ? ഡൽഹി ഷുക്കൂറിനെ കുറച്ചുകൂടെ സുന്ദരനാക്കി എന്നൊക്കെ ഷുക്കൂറിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അത് എന്താ വെച്ചാല്, ഞാന് നീറ്റിന്റെ ടൈമിൽ ഒരു 4-5 മാസം എക്സാമിന് മുമ്പ് ഞാൻ ഒക്കെ നിർത്തിവെച്ചു, എക്സസൈസ് ഒക്കെ നിർത്തിവെച്ചു. പിന്നെ ഉണ്ടാവില്ലോ പഠിക്കുമ്പോൾ ലേസ് തിന്നുക, ഫുൾ ജങ്ക് ഫുഡ്, ബിസ്ക്കറ്റ് തിന്നുക, ചോക്ലേറ്റ് തിന്നുക. ഞാൻ അങ്ങനെ നല്ലോണം കൊണ്ടു തിന്നു, ഉറക്കം വരാതെ വെക്കാൻ ഇങ്ങനെ തിന്നു. അപ്പം ഇങ്ങനെ തിന്ന് അവസാനം നല്ലോണം തടിച്ചു. പിന്നെ അത് അതിന് റിക്കവറായി. ജിമ്മൊക്കെ വീണ്ടും എക്സസൈസ് ചെയ്ത് തുടങ്ങി. പിന്നെ എക്സസൈസ് നിർത്തിയെങ്കിലും പക്ഷെ എക്സാം ടൈമിന്റെ അന്ന് ഞാൻ ചെയ്തു. അത് റിലാക്സ്ഡ് ആവാൻ ഒന്ന് ഓടി. അപ്പൊ അങ്ങനെയാണ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോയത്. ഷുക്കൂർ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. പരീക്ഷയ്ക്ക് മുമ്പേയുള്ള 6 ദിവസങ്ങൾ പൂർണ്ണമായും സിസ്റ്റമാറ്റിക്കായി പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു, കഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും അത് തന്നെ ആവർത്തിക്കാം, കഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം കൊണ്ട് +1 ഫിസിക്സ് റിവൈസ് ചെയ്യുന്നു, സെക്കൻഡ് ഡേ +2 ഫിസിക്സ് റിവൈസ് ചെയ്യുന്നു, ദെൻ +1 കെമിസ്ട്രി, ദെൻ +2 കെമിസ്ട്രി, അടുത്ത 2 ദിവസങ്ങളിൽ ബയോളജി. അങ്ങനെ 6 ദിവസം കൊണ്ട് ഒരു വട്ടം കൂടെ പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിച്ച കോൺസെപ്റ്റിലൂടെ നിങ്ങൾ പഠിച്ചതേ വരൂ എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പലവട്ടം നിങ്ങൾ ഈ കോൺസെപ്റ്റുകളിലൂടെ ഒക്കെ കടന്നുപോയി കഴിഞ്ഞു. നിങ്ങൾ നന്നായി ടെക്സ്റ്റ് വായിച്ചു, ഒരു വർഷം മുഴുവൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ കണ്ട ചോദ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ളൂ. സോ അതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ ഓക്കെയാണ്, ഞാൻ ഫിറ്റാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒരു തരത്തിലും കോൺഫിഡൻസ് കുറയാൻ പാടില്ല. ഇതൊക്കെ കഴിഞ്ഞ് പരീക്ഷയുടെ ദിവസം എക്സാമിനേഷൻ ഹോൾ വരെ പുസ്തകം വായിച്ചൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് നാം ടോട്ടലി ടെൻസ്ഡ് ആവും. എന്തോ നമുക്ക് മിസ്സായല്ലോ, സംതിങ് എന്തോ കുറഞ്ഞു എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് അന്നത്തെ ദിവസം വളരെ കൂളായി റിലാക്സ്ഡ് ആയി പോയി പരീക്ഷ എഴുതണം എന്നാണ് ഷുക്കൂർ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ മോക്ക് എക്സാം ഒക്കെ എഴുതുന്ന സമയത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഷുക്കൂർ 6 ദിവസത്തിന് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഷുക്കൂർ എന്നോട് പറഞ്ഞത് മോക്ക് എക്സാമിന്റെ മാർക്കിനെ കുറിച്ച്. അതും നിങ്ങൾ ഓർമ്മിക്കണം അല്ലെ? 650 കടന്നിട്ടില്ല അല്ലെ കഴിഞ്ഞ മോക്ക് എക്സാം? 650+ ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. നീറ്റ് എക്സാമിൽ ഞാൻ 700
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമായിരിക്കും. എനിക്ക് ഇപ്പം മാർക്ക് കുറവാണ്, ഇതിനേക്കാൾ മാർക്ക് കുറവായിരിക്കും നീറ്റിന്, അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെ പറയും. അതൊരു സാമ്പ്രദായിക പറച്ചിൽ മാത്രമാണ്. ഷുക്കൂർ ഇരുന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം 2021 ഷുക്കൂർ എഴുതിയ മോക്കുകളിലൊന്നും 650 ഷുക്കൂർ കടന്നിട്ടില്ല. പക്ഷേ 650 ആദ്യമായി കടന്നൊരു ദിവസമുണ്ട്, അത് നീറ്റ് എക്സാമിനേഷന്റെ ദിവസമായിരുന്നു. 650 അല്ല, അന്ന് 700 കടന്നത്. കാരണം മോക്ക് എക്സാം എപ്പോഴും നിങ്ങളെ സാച്ചുറേറ്റഡ് ആക്കിക്കാൻ, നിങ്ങളെ കൊണ്ട് മാക്സിമത്തിൽ നിങ്ങളെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ നടത്തുന്ന പരീക്ഷകളാണ്. അതിലല്പം മാർക്ക് കുറഞ്ഞു പോയാലും നീറ്റ് എക്സാമിനേഷൻ ഒട്ടുമേ നിങ്ങളെ കുഴക്കില്ല. നിങ്ങൾക്ക് കൂളായി ആ പരീക്ഷ എഴുതാൻ കഴിയും എന്ന പോസിറ്റീവ് മൈൻഡ്, അല്ലെ? ടെൻഷൻ അല്ലെ? എപ്പോഴും പോസിറ്റിവിറ്റിയാണ് റിസൾട്ടിലേക്ക്. കാരണം എന്താ വെച്ചാൽ ഇപ്പത്തെ നീറ്റ് NTA നടത്തുന്നത് എല്ലാവർക്കും സിമ്പിളാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ അടുത്തതായിട്ട് മെയിൻ ഫാക്ടർ ഒന്ന് പറഞ്ഞാൽ NCERT ഫുള്ള് പഠിക്കുക, കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് പേടി, ടെൻഷൻ, കോൺഫിഡൻസ്. എത്ര ടെൻഷൻ നമ്മൾ കുറക്കണം അത്ര നമുക്ക് പോസിറ്റീവ് ഉണ്ടാവും. അതായത് എത്ര ടെൻഷൻ കുറയണോ അത്ര നമ്മളെ റാങ്ക് മേലേക്ക്, അതായത് കുറയും, മാഗ്നിറ്റ്യൂഡ് കുറയും റാങ്കിന്റെ. അപ്പോൾ അതാണ് മെയിന്. നല്ല കോൺഫിഡൻ്റ് ആയി പോയി എഴുതുക, കിട്ടും എന്നുള്ള വിശ്വാസം. അതായത് ഞാനൊക്കെ പഠിച്ചിരിക്കണു എന്നുള്ള മോട്ടിവേഷനിൽ ഇങ്ങനെ പഠിക്കുക. അതിനാണ് ലാസ്റ്റ് ദിവസം പഠിക്കരുത്. അതുവരെ പഠിച്ചതൊക്കെ ഒക്കെ എനിക്കറിയാം, എല്ലാം എനിക്കറിയാം എന്നുള്ള മോട്ടിവേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കുക, ഒട്ടുമേ സങ്കടപ്പെടരുത്, ടെൻഷൻ ഉണ്ടാവരുത്, റിലാക്സ്ഡ് ആയിരിക്കണം. പരീക്ഷ എഴുതുമ്പോൾ പോലും ഷുക്കൂറിന്റെ പരീക്ഷാ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആദ്യം ബയോളജിയാണ്. ഷുക്കൂർ അത് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, ബയോളജി ഒരു 40 മിനിറ്റ് കൊണ്ടല്ലേ? 45 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ബയോളജി തീർക്കും. പിന്നെ കെമിസ്ട്രി ഒരു 45 മിനിറ്റ്സ് വെക്കും. പിന്നെ ഫിസിക്സ് ഒരു 1 hour to 1 hour 10 minutes. റെസ്റ്റ് ഒരു 30 minutes ഒക്കെ കിട്ടും. അതിന് ഞാൻ എങ്ങനെ വെച്ചാൽ ആദ്യം തന്നെ ഫുള്ള് ചെയ്യൂല. അതായത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു 11th ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാത്ത കുറച്ച് ടഫ് ഉണ്ടാവും. അതപ്പോൾ ഒരിക്കലും ചെയ്യരുത്. ചെയ്യാൻ വയ്ക്കില്ല എന്ന് കണ്ടാൽ ചെയ്യരുത്. അതപ്പോൾ അവിടെ റൗണ്ട് ഇട്ട് വെക്കുക, എന്നിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസുകളൊക്കെ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് കിട്ടുന്ന ഹാഫ് ആൻ അവറോ അത് പിന്നെ ഒന്നുകൂടെ തിരിച്ചു വരും, അല്ലേ? നമ്മൾ ഈ ഫുള്ള് എഴുതി എന്നുള്ള കോൺഫിഡൻസ് കിട്ടും. ഫുള്ള് ആ കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് ആ ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആവും. അപ്പൊ പരീക്ഷ നിങ്ങളെ കുഴക്കില്ല എന്നത് 100% ഉറപ്പാണ്. എന്നിട്ടും പരീക്ഷാ ഹാളിൽ നിന്ന് മാർക്ക് കുറഞ്ഞു പോകുന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതാണ്. ഒരു 4-5 ചോദ്യം എഴുതി വരും, അല്ലെങ്കിൽ ഒരു 10 ചോദ്യം എഴുതി വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു റിഥമാണത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ഒരു സ്ട്രാറ്റജിയാണത്. പെട്ടെന്ന് ഒരു ടഫുള്ള ക്വസ്റ്റ്യൻ നമ്മളുടെ മുമ്പിൽ വരും. ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ അങ്ങ് പതറിപ്പോവും. അത് പതരരുത്. ട്വിസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന തോന്നലുണ്ടായാൽ ചെയ്തു നോക്കണ്ട, നമ്മൾ മാറ്റിവെക്കുക. പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ പിന്നീട് ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങൾക്ക് കൂളായി എഴുതി പോകാവുന്ന ചോദ്യങ്ങൾ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ മാറ്റിവെച്ച് ഒരു 90% ചോദ്യങ്ങൾ നമ്മൾ എഴുതി തീർത്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മജോറിറ്റിയും എഴുതി കഴിഞ്ഞ ആളാണ് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ആ കോൺഫിഡൻസ് നേരത്തെ ടഫുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും എന്നാണ് ഷുക്കൂറിന്റെ അനുഭവം നിങ്ങളോട് പറയുന്നത്. ഈ അനുഭവം ഈ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് 1, 2, 3 ടഫ് ക്വസ്റ്റ്യൻസ് മുമ്പിൽ വരുമ്പോൾ പതറിപ്പോവരുത്, തളർന്നു പോവരുത്. അതിനെ വിട്ട് അതിലേക്ക് തിരിച്ചു വരാൻ അവസാനം സമയം കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതി പോവുക. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ സ്വീകരിച്ചത് പോലും ഈ സമയ ലാഭത്തിന് വേണ്ടിയാണ്. ഒരുപാട് ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടാവും ഫിസിക്സ് ക്വസ്റ്റ്യൻസിൽ. ഫിസിക്സിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് സമയം തികയുന്നില്ല എന്ന ടെൻഷൻ തുടക്കം മുതലേ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളെ തളർത്തിക്കളയും. അതുകൊണ്ടാണ് ബയോളജി തന്നെ എഴുതണമെന്നൊന്നും അല്ല ഷുക്കൂർ പറയുന്നത്. ഷുക്കൂറിന് ആ സ്ട്രാറ്റജി ഫിറ്റ് ആയിരുന്നു. സോ ആ സ്ട്രാറ്റജി നിങ്ങളെ സഹായിച്ചേക്കാം എന്നാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് 2022 നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ ക്രാക്ക് ചെയ്യണം. ഈ സ്ട്രാറ്റജികളെല്ലാം, ഈ ശ്രമങ്ങളെല്ലാം നിങ്ങളെ എയിംസിൽ എത്തിക്കണം എന്നൊക്കെയാണ് ഷുക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ സ്ട്രാറ്റജികളായി എണ്ണി പറഞ്ഞത്. അവസാനത്തെ 7 ദിവസങ്ങളിലെ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ടിനെ സ്വാധീനിക്കുക എന്നതിൻ്റെ ചുരുക്കമാണ് ഈ പറഞ്ഞതെല്ലാം, അല്ലേ? പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അതായത് എക്സാമിൻ്റെ തലേന്നുള്ള ഉറക്കം, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ മിനിമം എന്തായാലും ഒരു 7 hours ഉറങ്ങണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി വെച്ച് ഇപ്പോൾ ഫിസിക്സ് +1 ആദ്യം ലാസ്റ്റത്തെ 6 ദിവസം ഫിസിക്സ് +1 തീർക്കുക, ഫിസിക്സ് അങ്ങനത്തെ സ്ട്രാറ്റജി ആകുമ്പോൾ ആ ഡേയ്സിലൊക്കെ ഉറക്കം കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ആ ഡേയ്സത്തെ ഉറക്കം ഈ ലാസ്റ്റ് ഡേ ഉറങ്ങിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ബ്രെയിനിനെ ഫ്രഷ് ആയിട്ട് നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല വാമായിട്ട് പോയി എക്സാം ചെയ്തത്. അപ്പോൾ നല്ല കൂളായിരുന്നു. അപ്പോൾ ഈ 5-6 ദിവസങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ കഷ്ടപ്പെടുമെന്ന് ഷുക്കൂറിന് ഉറപ്പാണ്. ഷുക്കൂറും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള 6 ദിവസം നിങ്ങൾ ബുദ്ധിമുട്ടി പാതിരാത്രി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന ദിവസങ്ങളായിരിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതേപോലെ ഉറക്കത്തെ കോംപ്രമൈസ് ചെയ്ത് നീറ്റ് എക്സാമിനേഷൻ ഹാൾ വരെ കൊണ്ടുപോകരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങളെ ടയേർഡാക്കി തീർക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവസാനത്തെ ദിവസം രാത്രിയാവുമ്പോഴേക്കും ഞാൻ ഫിറ്റാണ് എന്ന് ഉറപ്പിച്ച് കഴിയണം. പിന്നീട് അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ സമയങ്ങൾ വളരെ കൂളായി ഭംഗിയായി ഉറങ്ങി കൂളായി എക്സാമിനേഷൻ ഹാളിലേക്ക് നടക്കാനുള്ള സമയങ്ങളായിരിക്കണം. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ് നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് നിങ്ങൾ എയിംസിൽ എത്തണം. നിങ്ങളുടെ ഒക്കെ സൈലത്തിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷുക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് ഓൺലൈന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈലത്തിനകത്ത് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് ഉണ്ട്. നേരത്തെ ക്യാമ്പസിലെ കുട്ടികളെയും ഷുക്കൂർ കണ്ടു, കുറേയേറെ കുട്ടികളെ കണ്ടു, അവരോട് സംസാരിച്ചു. ക്യാമ്പസിലെ കുട്ടികളുടെ ഹോസ്റ്റലുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഷുക്കൂർ പറഞ്ഞ പോലെ ഹോസ്റ്റലിന്റെ ചുവരിലൊക്കെ എയിംസിന്റെ ചിത്രം ആളുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചത് കാണാം. അപ്പൊ ഞങ്ങൾ അവരോട് പറയാറുണ്ട്, ഇതൊന്നും അല്ല, ഇക്കാണുന്ന ഹോസ്റ്റലൊന്നും അല്ല അവരെ കാത്തിരിക്കുന്നത് എയിംസിൽ എന്ന്. അപ്പൊ അത് അവരൊരു അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത സൗകര്യങ്ങൾ അല്ലേ ഹോസ്റ്റൽ. എങ്ങനെയുണ്ട് എയിംസിലെ ഹോസ്റ്റൽ? ഫസ്റ്റ് ഇയർ ഡബിൾ റൂമാണ്, പിന്നെയുള്ള 5 ഇയേഴ്സ് ആണല്ലോ 5.5, പിന്നെയുള്ള 4.5 ഇയേഴ്സും സിംഗിൾ റൂമാണ്. അതായത് ആ സിംഗിൾ റൂമിൽ തന്നെ AC ഉണ്ടാവും, AC ഒക്കെ, ഫ്രിഡ്ജ് വെക്കാം, ഓവൺ വെക്കാം. അതായത് ശരിക്കും ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്ന പോലെയാണ് ഒരു ഹോസ്റ്റൽ റൂം എയിംസ്. അത് നിങ്ങൾ കണ്ട് അത് അനുഭവിക്കുന്ന വേണം. അത് ഭയങ്കര അടിപൊളിയാണ്. അവര് സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തുടക്കത്തിലെ ഷുക്കൂർ പറഞ്ഞത് അതാണ്. സമ്പൂർണ്ണ സൗകര്യങ്ങളോടുകൂടെ നിങ്ങളെ ഏറ്റവും മികച്ച ഒരു ഡോക്ടറാക്കി പുറത്തിറക്കാൻ വേണ്ടി എയിംസ് ഡൽഹി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ വലിയ വലിയ മെഡിക്കൽ കോളേജുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിലേക്ക് നടന്നു കയറാനുള്ള നിർണായകമായ മണിക്കൂറുകളാണ്, നിർണായകമായ ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത്. അങ്ങേയറ്റം പോസിറ്റീവായിരിക്കണം, കൂളായിരിക്കണം, ഒരു തരത്തിലും തളർന്നു പോകരുത്. എക്സാമിന് കുഴക്കാൻ സാധ്യതയുള്ള 2, 3, 4 ചോദ്യങ്ങളെ കുറിച്ച് ഇനിയും ആലോചിച്ചിരിക്കരുത്. നിങ്ങൾക്ക് അതിഗംഭീരമായി എഴുതി തീർക്കാൻ കഴിയുന്ന ഒരുപാടേറെ ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കണം ഇനി നിങ്ങളെ നയിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷുക്കൂറിനും പറയാം ഒരു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഷുക്കൂർ എയിംസിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത വർഷം ഷുക്കൂർ പറഞ്ഞ വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളും നടന്നു കയറണം. ഷുക്കൂറിനൊപ്പം സീനിയേഴ്സ് ഷുക്കൂറിനെ ഇപ്പൊ കൊണ്ടുപോയി ഡൽഹി കാണിക്കുന്നുണ്ട്. എയിംസ് കാണിച്ചു കൊടുത്തു ആദ്യം, പിന്നെ എയിംസിന് പുറത്തുള്ള ഡൽഹിയുടെ ലോകം കാണിച്ചു കൊടുത്തു. ഈ ലോകമൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ ഷുക്കൂറും എയിംസിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ആൾ ദി ബെസ്റ്റ്.